നമസ്കാരം. ഈ കഴിഞ്ഞ 7th ജൂണിന് GST സൈറ്റിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിരുന്നു. അടുത്ത ജൂലൈ 2025 ഫയലിംഗ് മുതൽ GSTR 3B എന്ന് പറയുന്ന റിട്ടേൺ നോൺ എഡിറ്റബിൾ റിട്ടേണുകൾ ആയിരിക്കും. നമുക്കറിയാം, ഇന്ന് GSTR 3B എന്ന് പറയുന്നത് GSTR 1 എന്നാണ് ഓട്ടോമാറ്റിക് പോപ്പുലേറ്റഡ് ആണ്. അതായത് GSTR 1 നമ്മൾ എന്ത് ഡാറ്റയാണോ കൊടുത്തത് അത് ഓട്ടോമാറ്റിക്കലി GSTR 3Bയിലേക്കാണ് പോകാറ്. അതേപോലെ തന്നെ GSTR 1 നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ GSTR 1 വഴി അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. GSTR 1 ആ പ്രസന്റ് മന്തുള്ള കറണ്ട് മന്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, GSTR 1 വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. GSTR 1 എന്ന് പറയുന്നത് GSTR 1 ശേഷവും GSTR 3Bക്ക് മുമ്പും ഫയൽ ചെയ്യേണ്ട ആ കറണ്ട് മന്തിലുള്ള എന്തെങ്കിലും അപ്ഡേഷൻസുകൾ, നമ്മൾ 1 വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 1 ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ GST പറയുന്നത് അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ GSTR 1 ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ടേബിൾ നമ്പർ 12 and 13 ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ GSTR 1 എന്താവില്ല, അപ്ലോഡ് ആവില്ല. 12 എന്ന് പറഞ്ഞാൽ HSN സമ്മറി, 13 എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ്. ഇത് രണ്ടും നമ്മൾ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ഈ മാസത്തെ, അതായത് മെയ് മാസം റിട്ടേൺ ജൂണിൽ ഫയൽ ചെയ്യുമ്പോൾ ഇതാണ് ലാസ്റ്റ് ഡേറ്റ് 11th ആണ് ലാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞ മാസത്തെ റിട്ടേൺ GSTR 1 ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ നമ്പർ 12 അപ്ഡേറ്റ് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ ടേബിൾ നമ്പർ 13 അതായത് ഡോക്യുമെന്റ് ഇഷ്യൂഡും, അതിൽ ഡോക്യുമെന്റ് ഇഷ്യൂഡിൽ പ്രധാനമായിട്ടും ഔട്ട്വേർഡ് സപ്ലൈൻ്റെ വരും. അതേപോലെ തന്നെ ഇപ്പോൾ RCM ഒക്കെ ഉള്ളതുകൊണ്ട് സെൽഫ് ഇൻവോയ്സിങ്ങിൻ്റെ സീരിയൽ നമ്പറും നിർബന്ധമായും നമ്മളതിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, ഇനി GSTR 1 ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, കാരണം ടേൺ ഓവറും ടാക്സും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് 1-2 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയ്യാം. കാരണം അടുത്ത എന്താണോ നിങ്ങളിവിടെ ഫില്ല് ചെയ്യുന്നത് അത് തെറ്റിയാലും എന്താകണം, 3B വഴി നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇനി 3Bയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് GSTR 1 ഒന്ന് ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1 എന്തെങ്കിലും അതിലൊരു അപ്ഡേഷൻസ് വേണമെങ്കിൽ 1 വഴി നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് സിസ്റ്റം നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടി, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാറ്റിനും ഇൻവോയ്സ് കൊടുക്കുക, നമ്മൾ കൊടുക്കുന്നുണ്ടാകാം, എല്ലാറ്റിനും ഇൻവോയ്സ് ഒക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് അത് നന്നായിട്ട് നമ്മുടെ GST തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് എന്തൊക്കെ ഡാറ്റാസുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ GST ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ നമ്മുടെ ഓഫീസുകളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.